Hi students, welcome to Electron College. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DFT ആണ്, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സോ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സോ DFT നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ DTFT പഠിച്ചിട്ടുണ്ട്. DTFT ഓർ എക്സ് ഓഫ് ഒമേഗ, ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. സോ ഈ ഒരു ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂവിനെ നമ്മൾ സാമ്പിളിങ് ചെയ്യുവാണ്. സാമ്പിളിങ് ചെയ്യുന്ന സോ നമ്മളിതിനെ സാമ്പിളിങ് ചെയ്യുന്നു. ഒരു n ഇക്വിഡിസ്റ്റന്റ് സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. n ഇക്വിഡിസ്റ്റന്റ് സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ സാമ്പിളിങ് ചെയ്യുന്നത് വിത്ത് ഫ്രീക്വൻസി 2π/n. സോ 2π/n ഫ്രീക്വൻസിയിൽ നമ്മൾ സാമ്പിളിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാമ്പിൾഡ് വേർഷനെയാണ് നമ്മൾ DFT എന്ന് പറയുന്നത്. സോ എക്സ് ഓഫ് കെ. അപ്പോൾ നമുക്ക് DFTയുടെ റിലേഷൻ നമുക്ക് ഈ ഒരു സിഗ്നലിനെ ഒരു n ഇക്വിഡിസ്റ്റന്റ് സാമ്പിൾസ് വെച്ചിട്ട് സാമ്പിളിങ് ചെയ്താൽ, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിളിങ് ഫ്രീക്വൻസി 2πn വെച്ചിട്ട് നമ്മൾ സാമ്പിളിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ നമുക്കത് DFT എന്ന് നമുക്ക് വിളിക്കാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു summation n is equal to 0 to n minus 1 x of n e raised to minus j 2π/n kn. സോ ഈ റിലേഷനാണ് DFT കണ്ടുപിടിക്കാൻ, ഒരു സീക്വൻസിൻ്റെ DFT കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ DFT ഇക്വേഷനെ നമ്മൾ സാമ്പിളിങ് ചെയ്യുന്നു. ആ സാമ്പിളിങ് ചെയ്യുന്നു വിത്ത് എ ഫ്രീക്വൻസി 2π/n. നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് DFT. സോ ഈ DFT വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് DFT അല്ലെങ്കിൽ ആ ഒരു എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ IDFT ഇക്വേഷന് നമുക്ക് ഇവിടുന്ന് തന്നെ പറയാം. എക്സ് ഓഫ് എൻ, സീക്വൻസ് എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/n summation k is equal to 0 to n minus 1 x of k e raised to j 2π/n into kn. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് DFT കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സീക്വൻസ് എക്സ് ഓഫ് എന്നിൻ്റെ ഫോറിയർ DFT വാല്യൂ ആണ് എക്സ് ഓഫ് കെ. അപ്പോൾ എക്സ് ഓഫ് കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഓഫ് എൻ ആ സീക്വൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് n എന്ന് പറയുന്ന n പോയിന്റ് DFT, n ഈസ് ദ നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ആ ഒരു ഇക്വിഡിസ്റ്റന്റ് സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റിനകത്ത് ഫൈൻഡ് ദ DFT ഓഫ് 4 point DFT അല്ലെങ്കിൽ ഫൈൻഡ് ദ 8 point DFT ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 point DFT ആണെങ്കിൽ n 4 ആയിരിക്കും, 8 point ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 8 ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ഇൻവേഴ്സ് DFT കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. സോ നമുക്കിനി ആ ഒരു DFTയുടെ എക്സ്പ്രഷനകത്തുനിന്ന് നമുക്ക് ആ ഒരു എക്സ്പ്രഷനകത്തുനിന്ന് ഒരു എക്സ്പോണൻഷ്യൽ ടേം ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, e raised to minus j 2π/n kn. സോ ആ ഒരു ടേമിനെ, ദാറ്റ് ഈസ് e raised to minus j 2π/n into kn. സോ ഇവിടെ ഒമേഗ എന്ന് പറയുന്നതാണ് നമ്മുടെ ആ സാമ്പിൾ ചെയ്തേക്കുന്ന ഫ്രീക്വൻസി 2π/n എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് WN kn. സോ ഇതിനെ നമുക്ക് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയാം. ട്വിഡിൽ ഫാക്ടർ. സോ e raised to minus j 2π/n kn equal to, that can be represented as WN kn, that is known as ട്വിഡിൽ ഫാക്ടർ. സോ ഇനി നമ്മൾ DFTയുടെ ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു W വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ട്വിഡിൽ ഫാക്ടർ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
ഇത് വെച്ചിട്ടുള്ള DFT വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഫൈൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ DFT, find the 4-point DFT of the sequence. 4-point DFT കണ്ടുപിടിക്കാനാണ്. വലിയ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഒരു 4 പോയിന്റിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. 4-point DFT ഓഫ് സീക്വൻസ് തന്നിട്ടുണ്ട്. x of n is equal to 0, 1, 2, 3. വെറുതെ ഒരു എക്സാമ്പിൾ എടുത്തേക്കാണ്. 0, 1, 2, 3 എന്ന് പറയുന്ന ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ 4-point DFT നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്കിത് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാതെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. സോ നമുക്ക് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x of n ആണ്. ഞാൻ അതിനെ xk എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. xk is equal to നമുക്ക് ആ ഒരു ഇൻപുട്ട് സീക്വൻസ് xn എന്നും അതുപോലെ തന്നെ അവിടെ ഒരു ട്വിഡിൽ ഫാക്ടർ ഉണ്ടല്ലോ, ഇതായിരിക്കും ശരിക്കുമുള്ള DFT ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിതിനെ ഈ ഇൻപുട്ട് സീക്വൻസിനെ xn എന്നും ഈ e−j2π/n നമ്മൾ ട്വിഡിൽ ഫാക്ടർ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സോ അതാണ് xkയുടെ ഇക്വേഷൻ. സോ മെട്രിക്സ് ഫോമിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് WN ഇൻറ്റു xn. ഈ രീതിയിൽ നമുക്ക് മെട്രിക്സ് ഫോമിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇനി WN/Kn എന്താണ് നമുക്കിവിടെ തന്നേക്കുന്നത്. n എന്ന് പറയുന്നത് 4-point DFT ആണ്. സോ ആ 4-point DFT മീൻസ് ക്യാപിറ്റൽ Nന്റെ വാല്യൂ ഇവിടെ 4 ആണ്. സോ നമുക്ക് ഇതിനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മുടെ xk എന്ന് പറയുന്നതാണ് നമ്മുടെ DFT ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ x of 0, x of 1, x of 2, x of 3. 4-point DFT ആണ്. 4 ഔട്ട്പുട്ട് വാല്യൂസ് കാണും. x of 0, ക്യാപിറ്റൽ X of 1, x of 2 ആൻഡ് x of 3. ഇതാണ് നമ്മുടെ x of k എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ആ ട്വിഡിൽ ഫംഗ്ഷൻ ആണ് എഴുതേണ്ടത്. ആ ട്വിഡിൽ ഫംഗ്ഷൻ 4-point DFT വെച്ചിട്ടാണ് എഴുതേണ്ടത്. സോ നമുക്കിവിടെ നമ്മളിവിടെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഇവിടെ k എന്ന് പറയുന്ന വാല്യൂ x of kയുടെ ഇക്വേഷനകത്ത് k വേരീസ് ഫ്രം 0 to n-1 ആണ്. 0 മുതൽ n-1 വരെയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 വരെയാണ് k വേരി ചെയ്യുന്നത് x of k എന്ന് പറയുന്നതിനകത്ത്. അതേപോലെ തന്നെ ഇൻവേഴ്സ് ഇക്വേഷനകത്ത് n എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 0 to n-1 ആണ് വേരി ചെയ്യുന്നത്. n വേരീസ് ഫ്രം 0 to n-1. സോ അതുകൊണ്ടാണ് നമ്മൾ 0 മുതൽ n4 അല്ലേ, നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്ത് n4 ആണ്. സോ 0, 1, 2, 3 അതുവരെ കൺസിഡർ ചെയ്തോളൂ, 0 മുതൽ 3 വരെ. സോ ഇവിടെ നമുക്ക് x of 0, x of 1, x of 2, x of 3. ഇനി നമുക്ക് ഈ ഒരു WN/Kn നമുക്ക് എഴുതണം. WN/Kn എന്ന് പറയുമ്പോൾ സോ അത് നമ്മൾ എഴുതുന്നതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് WN/Kn ജനറൽ ഫോം എന്ന് പറയുന്നത് നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ജനറൽ ഫോം ഇവിടെ ഒന്ന് എഴുതാം. ജനറൽ ഫോം എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ഈ ഒരു സെക്ഷൻ നമുക്ക് k ആയിട്ടും ഇങ്ങോട്ട് എഴുതുന്നത് നമുക്ക് n ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ WN/Kn നമുക്കതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് k വേരീസ് ഫ്രം k ആണ് ഇവിടെ വേരി ചെയ്യുന്നത് 0, 1 എക്സെട്ര അപ് ടു n-1 വരെ. ഇവിടെ നമുക്ക് n കൺസിഡർ ചെയ്യാം. n വേരീസ് ഫ്രം 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1. സോ നമുക്ക് ഈ ട്വിഡിൽ ഫാക്ടർ നമുക്കിവിടെ kക്ക് 0യും n-ന് 0യും വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് WN/0 ആണ്. സോ പുട്ട് k is equal to 0, n is equal to 0. സോ നമ്മുടെ ഫസ്റ്റ് നമ്മളിത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പം അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. kയും n-ഉം 0 ആകുമ്പോൾ WN/0 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് 1 ആവും. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് kയുടെ വാല്യൂ 0 ആണ്. സോ ഈ റോയിലുള്ള എല്ലാ വാല്യൂസും kയുടെ വാല്യൂ 0 ആയതുകൊണ്ട് 1 ആയിരിക്കും. ദെൻ
നെക്സ്റ്റ് 1 ആണ്. 1ഉം ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. സോ ഈ കോളം നമുക്ക് 1 ആയിട്ട് എഴുതാം. എക്സെട്ര അപ് ടു n-1 വരെ 1 ആയിരിക്കും. ദെൻ നമ്മൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 ഇവിടെ 1 1ഉം 1ഉം കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് wn⁻1 ആണ്. ദെൻ ഇവിടെ 1ഉം ഇവിടെ 2ഉം കൊടുക്കുമ്പം wn⁻2 ആണ് നമുക്ക് കിട്ടുന്നത്, പ്ലസ് എക്സെട്ര. സോ ഈ രീതിയിൽ നമുക്ക് ഓരോ വാല്യൂസ് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എക്സെട്ര n-1 കൊടുക്കുന്നു. ഇവിടെ n-1 ഇവിടെ 1 ആണെങ്കിൽ wn⁻n⁻1 എക്സെട്ര. ലാസ്റ്റ് ടേം n-1 ഇവിടുത്തെ n-1 ആണെങ്കിൽ നമുക്ക് wn⁻n⁻1 ദ ഹോൾ സ്ക്വയർ. ഈ രീതിയിലായിരിക്കും നമ്മുടെ സീക്വൻസ് പോകുന്നത്. സോ ഇങ്ങനൊരു മെട്രിക്സ് ആണ് നമ്മുടെ wn⁻kn എന്ന് പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിപ്പോൾ 4 പോയിന്റിന്റെ കേസിൽ നമുക്ക് തന്നേക്കുന്ന ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു 4 പോയിന്റ് DFT ആണ്. 0 1 2 3 എന്ന് പറയുന്ന സീക്വൻസിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മെട്രിക്സ് ഫോം അറിയാം. മെട്രിക്സ് ഫോം എന്ന് പറയുന്നത് ഇതാണ്, xk ഈക്വൽ ടു. സോ നമുക്ക് xk നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? xk നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് x ഓഫ് 0, x ഓഫ് 1, x ഓഫ് 2 ആൻഡ് x ഓഫ് 3. കാരണം k വേരീസ് ഫ്രം 0 മുതൽ 3 വരെയാണ്, n-1 വരെയാണ്, n 4 ആയതുകൊണ്ട് 3 വരെ വേരി ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു. ഇനി നമുക്ക് ആ ട്വിഡിൽ മെട്രിക്സ് എഴുതാം. നമുക്കറിയാം ഇത് 4 പോയിന്റ് ആണെങ്കിലും 8 പോയിന്റ് ആണെങ്കിലും നമ്മുടെ ഫസ്റ്റ് റോയും കോളവും 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 എലമെന്റ്സ് ആയിരിക്കും, ഒരു 4x4 മെട്രിക്സ് ആയിരിക്കും ഇത്. 4 പോയിന്റ് DFT എന്ന് പറഞ്ഞാൽ 4x4 മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് റോ എല്ലാം 1 ആണ്. സോ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. സോ അത് നമുക്ക് ഇത് അറിഞ്ഞില്ലെങ്കിലും പെട്ടെന്ന് എഴുതാൻ പറ്റും. ആദ്യത്തെ രണ്ട് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എല്ലാ എലമെൻസും 1 ആയിരിക്കും. ദെൻ 1 വരുന്ന സമയത്ത് നമുക്കിവിടെ ന്റെ വാല്യൂ 4 ആണ്, n 4 ആണ്. n 4 ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? w4⁻1. ദെൻ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് w4⁻2. തേർഡ് എലമെന്റ് w4⁻3. 1 ഇൻറ്റു, കാരണം ഇവിടെ k ആണ് വേരി ചെയ്യുന്നത്. k വേരീസ് ഫ്രം 0 1 2 എക്സെട്ര 3, 0 മുതൽ 3 വരെ. ഇവിടെ n വേരീസ് ഫ്രം 0 1 2 3 എക്സെട്ര 3. നമ്മളിവിടെ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് n-ന്റെയും k-യുടെയും വാല്യൂ ചൂസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ഇവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് w4⁻2 ആയിരിക്കും. ഇവിടുത്തത് w4⁻3 ആയിരിക്കും. ദെൻ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇത് 0 1 2 ആണ്. അപ്പോൾ ഇവിടുത്തെ kക്ക് 2ഉം ഇവിടുത്തെ 2ഉം കൊടുക്കുമ്പോൾ ഇവിടെ 4 ആണ്, w4⁻4 ആയിരിക്കും ഇവിടുത്തെ വാല്യൂ. ദെൻ നമുക്ക് അടുത്ത നോക്കാം. സോ w4⁻4. നെക്സ്റ്റ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് w4⁻6 ആയിരിക്കും. ഇവിടെ 3ഉം ഇവിടെ 2 ആണ്, സോ 6 ആയിരിക്കും. ദെൻ ഇവിടുത്തെ വാല്യൂ w4⁻2ഉം ഇവിടുത്തെ വാല്യൂ w4⁻3, ഇവിടുത്തെ 6 ആയിരിക്കും. ദെൻ ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 3ഉം ആണ്, സോ w4⁻9. സോ ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്കിവിടെ ട്വിഡിൽ ഫാക്ടറിന്റെ മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത്. ദെൻ ഇവിടെ നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ ആണ് എഴുതേണ്ടത്. ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് xn ആണ്. xnന്റെ വാല്യൂ 0 1 2 3 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. സോ ആ മെട്രിക്സ് വേണം ഇൻപുട്ടായിട്ട് എഴുതാൻ, 0 1 2 3. സോ ഞാനിവിടെ എഴുതി ഇൻപുട്ട് 0 1 2 3. സോ ഇനി നമുക്ക് ഈ ട്വിഡിൽ ഫാക്ടറിന്റെ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെട്രിക്സ് പഠിച്ചു വെക്കാം. ഒരു 4 പോയിന്റിന്റെ കേസിലുള്ള മെട്രിക്സ് വേണമെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഈ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഇത് എഴുതുന്നതാണ് ഇതിനകത്തുള്ള ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നുകിൽ അത് പഠിച്ചു വെക്കാം, ആ 4x4 മെട്രിക്സ്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആ ട്വിഡിൽ ഫാക്ടറിന്റെ ഒരു ഡയഗ്രാം വരച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നിക്ക് കൂടെ ഓർത്ത് വെച്ചേക്കുക. സോ നമുക്ക് ഈ പോയിന്റ് 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് 1 ആണെങ്കിൽ ഇത് -1, ഇത് കോംപ്ലക്സ് പ്ലെയിൻ ആണ്, ഇത് j ആണ്, ഇത് -j. സോ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പോയിന്റിനെ ഓർത്ത് വെക്കാം. സോ നമുക്ക് ഇതിനെ ഈ ഒരു പോയിന്റിനെ w4⁻0 എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഇത് w4⁻0 ആണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ദിസ് പോയിന്റ് ഈസ് w4⁻1. So this point is w4⁻2. This point is w4⁻3.
ദെൻ അടുത്ത W4 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ W4 തന്നെ ആയിരിക്കും നമ്മുടെ W4 എന്ന് പറയുന്നത്. ഇനി W4 എന്ന് പറയുന്നത്, അപ്പോൾ ഇതിങ്ങനെ ഒരു സീക്വൻഷ്യലായിട്ട് ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് W4 5 6, then so this is 0 1 2 3, then 4 5 6, this is 7, W4 അത് രണ്ടും സെയിം ആയിരിക്കും. ദെൻ ഇതിനെ നമുക്ക് വീണ്ടും W4 എന്ന് കൊടുക്കാം. ഇതെല്ലാം സെയിം പോയിന്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് W4 9. സോ ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ എഴുതി നോക്കാം. എന്നിട്ട് ഈ വാല്യൂസ് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം 1 ആയിരിക്കും. സോ സെക്കൻഡ് റോ എഴുതാൻ നോക്കുക. W4 ആണ്. W4 വാല്യൂ ഇവിടെ -j ആണ്. സോ ഇവിടെ -j എന്ന് കൊടുക്കുക. ദെൻ W4 വാല്യൂ -1 ആണ്. സോ ഇവിടെ -1 എന്ന് കൊടുക്കുക. ദെൻ W4 വാല്യൂ j ആണ്. സോ ഇവിടെ j എന്ന് കൊടുക്കുക. ദെൻ തേർഡ് റോ നോക്കുകയാണെങ്കിൽ W4 വാല്യൂ -1 ആണ്. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ മതി. W4 എന്ന് വെച്ചാൽ -1 ആണ്. സോ ഇവിടെ -1. ദെൻ അതുപോലെ നമുക്ക് W4 കാൽക്കുലേറ്റ് ചെയ്യാം. W4 എന്ന് പറയുന്നത് 1 ആണ്. ദെൻ W4 നോക്കുക, അത് -1 ആണ്. W4 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സീക്വൻഷ്യലായിട്ട് എടുത്ത് വരുമ്പോൾ ഇവിടെ ആയിരിക്കും W4 എന്ന് വരുന്നത്. സോ W4 എന്ന് പറയുന്നത് -1 ആയിരിക്കും. W4 എന്ന് പറയുന്നത് j ആയിരിക്കും. ദെൻ അതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ദിസ് ഇസ് -j. സോ ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇൻപുട്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് 0 1 2 3. ദെൻ ഇവിടെ സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം ചെയ്യുക. ദാറ്റ് ഈസ് 1 × 0 പ്ലസ് 1 × 1 പ്ലസ് 1 × 2 പ്ലസ് 1 × 3. സോ ഈ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 6. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു ദിസ് കോളം. സോ നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2 + 2j. ദെൻ തേർഡ് റോ ഇൻറ്റു ദിസ് കോളം വിൽ ഗീവ് -2. ദെൻ ഫോർത്ത് റോ ഇൻറ്റു ദിസ് കോളം വിൽ ഗീവ് -2 - 2j. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ് കിട്ടും. ഇതായിരിക്കും നമ്മുടെ XK അല്ലെങ്കിൽ DFT വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു മെട്രിക്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 4 പോയിന്റും 8 പോയിന്റും എല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരത്തുള്ളൂ. സോ ഇത് എഴുതാൻ പഠിച്ചാൽ മാത്രം മതി. ഇത് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. സോ ഇതാണ് DFT കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെട്രിക്സ് മെത്തേഡ്. സോ ഇതേപോലെ തന്നെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. IDFT ഒരു പ്രോബ്ലം നോക്കാം. IDFT കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. സോ IDFT, ഫൈൻഡ് ദ IDFT ഓഫ്, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫൈൻഡ് ദ 4 പോയിന്റ് IDFT ആണ്. 4 പോയിന്റ് IDFT കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. x(k) വാല്യൂ തന്നിട്ടുണ്ട്. x(k) = 2 1 + j 0 1 - j. സോ x(k) തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x(n) ആണ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x(k) തന്നിട്ടുണ്ട്, x(n). ഇതേപോലെ തന്നെ നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ xn ആണ് കണ്ടുപിടിക്കേണ്ടത്. xn നമുക്ക് x(n)നെ xn എന്ന് കൊടുക്കാം. സോ xn = 1/n ടൈംസ് wn സ്റ്റാർ. ആക്ച്വൽ ഫാക്ടറിൻ്റെ അതിൻ്റെ ഒരു കോൺജുഗേറ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നേരത്തെ കൺസിഡർ ചെയ്ത വാല്യൂ e⁻⁻ ആണെങ്കിൽ ഇവിടെ e⁻+ വാല്യൂ ആണ് ഇൻറ്റുഡൽ ഫാക്ടറിന് കൺസിഡർ ചെയ്യേണ്ടത്. അത് കോൺജുഗേറ്റ് വാല്യൂ ആണ്. ഇൻറ്റു xk എന്ന് പറയുന്നത് നമ്മുടെ DFT വാല്യൂ ആണ്. xk ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദ ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. n പോയിന്റ് DFT ആണെങ്കിൽ n-ന്റെ വാല്യൂ 4 ആണ്. ഇവിടെ 4 പോയിന്റ് DFT ആണ്. 4 പോയിന്റ് DFT ആയതുകൊണ്ട് n-ന്റെ വാല്യൂ 4 നമ്മളോട്. 8 പോയിന്റ് ആണെങ്കിൽ 8 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, wn അതിൻ്റെ കോൺജുഗേറ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്.
സോ ഇവിടെ വരുമ്പോൾ നേരത്തെ എഴുതിയ അതേ മെട്രിക്സിനകത്ത് ഒരു കോൺജുഗേറ്റ് കൂടെ കൺസിഡർ ചെയ്യണം. അതിൻ്റെ കോൺജുഗേറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ആ രീതിയിൽ വേണം നമുക്ക് മെട്രിക്സ് എഴുതാൻ. സോ ഞാൻ ആ മെട്രിക്സ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. നേരത്തെ എഴുതിയ അതേ മെട്രിക്സ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ, അത് നമ്മൾ കോൺജുഗേറ്റ് വെച്ച് എഴുതുക. സോ ഫസ്റ്റ് ടേം ഇവിടെയും 1 ആയിരിക്കും. സോ ഞാൻ 4 മെട്രിക്സ് മാത്രമേ എഴുതുന്നുള്ളൂ. സോ ഇവിടെയും ഫസ്റ്റ് റോസ് ആൻഡ് ഫസ്റ്റ് കോളം 1 ആയിരിക്കും. ദെൻ ഇവിടുത്തെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയിരുന്നത് W4⁴ ആണ്. W4⁴1 ആണ് രണ്ടാമത്തെ വാല്യൂ. W4⁴1. സോ W4⁴1, W4⁴2, W4⁴3. ദെൻ W4⁴2, W4⁴4 ആൻഡ് 6. ദെൻ 3, 6, 9. ആ രീതിയിലാണ്. പക്ഷെ നമ്മൾ IDFT എഴുതുമ്പോൾ ഇതിൻ്റെ എല്ലാം കോൺജുഗേറ്റ് ഫോമിൽ വേണം നമ്മൾ ഇവിടെ എഴുതാൻ. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് വരുന്ന ടേം എന്ന് പറയുന്നത് W4 കോൺജുഗേറ്റ് ⁴1. സോ അതിൻ്റെ കോൺജുഗേറ്റ് വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് W4, സോ നെക്സ്റ്റ് വൺ ഈസ് W4 conjugate 2. Here it is W4 conjugate 3. നേരത്തെ എഴുതിയ അതുപോലെ തന്നെ എഴുതുക. ഇവിടെ ആ കോൺജുഗേറ്റും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നേ ഉള്ളൂ. ദെൻ ഇവിടെ W4 conjugate 2, W4 conjugate 4. ഇത് 1, 2, 3, ഇത് 2, 4, 6. ആ ഓർഡറിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു വെക്കാം. 6. Here W4 conjugate 3, W4 conjugate 6, W4 conjugate 9. സോ ഈ രീതിയിൽ നമ്മൾ ആ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇൻറ്റു എക്സ് കെ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. എക്സ് കെയുടെ വാല്യൂ 2, 1 + j, 0, 1 - j. ഈ രീതിയിൽ നമുക്ക് WN-ഉം XK എഴുതാം. ഇൻറ്റു 1/4 ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ഒറിജിനൽ സീക്വൻസ് നമുക്ക് മെഷർ ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ അതേ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ഡയഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ ഈ വാല്യൂ 1, ഈ വാല്യൂ -1, ഇത് j, ഇത് -j. നേരത്തെ പോലെ തന്നെ ഇവിടെ എഴുതുക. ഇത് W4⁴, ഇത് W4. നമ്മൾ നേരത്തെ ക്ലോക്ക് വൈസ് ആണ് എഴുതിയെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് എഴുതുക. ഈ ഡയറക്ഷനിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. നേരത്തെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് W4⁴1. അപ്പോൾ ഇത് കോൺജുഗേറ്റ് ആണ്. W4 കോൺജുഗേറ്റ് 1 വാല്യൂ ആയിരിക്കും ഇത്. സോ ഇതെന്ന് പറയുന്നത് W4 കോൺജുഗേറ്റ് 2. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യുക. സോ ദിസ് ഈസ് W4 കോൺജുഗേറ്റ് 3. ദെൻ 4 വരുമ്പോൾ വീണ്ടും ഇതേ റിപ്പീറ്റ് ചെയ്ത് വരിക. 4, 5, 6, 7, 8, 9 ഈ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾ ഈ വാല്യൂസ് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എഴുതുമ്പോൾ അത് സെയിം ആയിട്ട് തന്നെ എഴുതുക. 1 - 1 j - j തന്നെ കൺസിഡർ ചെയ്യുന്നത് 4⁴, W4⁴. സോ ഇതെല്ലാം കോൺജുഗേറ്റ് വാല്യൂ ആണ്. സോ ഇതെല്ലാം കോൺജുഗേറ്റ് വാല്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് നമ്മുടെ മെട്രിക്സ് ഇങ്ങനെ വരും. 1, 1, 1, 1, 1, 1, 1. ദെൻ ഫസ്റ്റ് W4 കോൺജുഗേറ്റ് 1 എന്ന് പറയുന്നത് നമ്മൾ നോക്കുക. ഇവിടെ നോക്കി നമുക്ക് ആൻസർ കിട്ടും. j ആണ്. ദെൻ കോൺജുഗേറ്റ് 2 എന്ന് പറയുന്നത് -1 ആണ്. ദെൻ കോൺജുഗേറ്റ് 3 എന്ന് പറയുന്നത് -j ആണ്. ദെൻ അടുത്തത് W4 കോൺജുഗേറ്റ് 2 ഏതാണ്? 2 -1 ആണ്. സോ ഇവിടെ -1 വരും. ദെൻ W4 കോൺജുഗേറ്റ് 4, 3 കഴിഞ്ഞിട്ട് 4 ഇവിടെ തന്നെ വരും. സോ 1 ആയിരിക്കും ഇവിടുത്തെ വാല്യൂ. ദെൻ W4 കോൺജുഗേറ്റ് 6 എന്ന് പറയുന്നത്, അപ്പം ഇത് 3, 4, 5, 6 -1 ആയിരിക്കും. സോ വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ബാക്കി എഴുതുക. -1 ആൻഡ് j. സോ ഈ രീതിയിൽ നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് എഴുതാൻ പറ്റും. ഇൻറ്റു നമ്മുടെ DFT വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 0, 1 - j. ഈ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സീക്വൻസ് കിട്ടും. ദെൻ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് റോ ഇൻറ്റു ദിസ് കോളം, ദാറ്റ് ഈസ് 1 × 2 + 1 × 1 + j + 1 × 0 + 1 × 1 - j. ഈ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ 4 ആണ്.
ദെൻ സെക്കൻഡ് റോ ഇൻറ്റു ദിസ് കോളം അത് മൾട്ടിപ്ലൈ ആവും. 1 ഇൻറ്റു 2 ജെ ഇൻറ്റു 1 പ്ലസ് ജെ മൈനസ് 1 ഇൻറ്റു 0 മൈനസ് ജെ ഇൻറ്റു 1 മൈനസ് ജെ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അതേപോലെ തേർഡ് റോ ഇൻറ്റു ദിസ് കോളം അഗെയിൻ ആൻസർ 0 കിട്ടും. ഫോർത്ത് റോ ഇൻറ്റു ദിസ് കോളം അഗെയിൻ ആൻസർ 4 കിട്ടും. ദെൻ ഈ 1/4 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1001 ആണ്. സോ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുക. അപ്പം ഈ രീതിയിൽ നമുക്ക് അപ്പോൾ ഈ ഒരു മെട്രിക്സ് എഴുതുന്നത്, ഈ ഒരു ട്രിഡിൽ ഫാക്ടർ മെട്രിക്സ് എഴുതുന്നത് മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് എഴുതുമ്പോൾ ഈ ഒരു ഡയഗ്രാം കൂടെ ഓർത്ത് വെച്ചാൽ എളുപ്പം നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ DFT കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 8 പോയിന്റ് DFTയും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ മെട്രിക്സിൻ്റെ സൈസ് കൂടും. അത് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് 8 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 4 പോയിന്റ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കാൻ നോക്കണം. 4 പോയിന്റ് DFTയുടെ കാൽക്കുലേഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ജസ്റ്റ് പ്രൂഫ് പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് DFT. സോ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് പീരിയോഡിസിറ്റി. സോ DFTയുടെ പ്രോപ്പർട്ടീസിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പീരിയോഡിസിറ്റിയാണ്. അപ്പോൾ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സീക്വൻസും എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് നമ്മുടെ DFT ആണെങ്കിൽ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ, എക്സ് ഓഫ് എൻ DFT എക്സ് ഓഫ് കെ. സോ എക്സ് ഓഫ് എന്നിൻ്റെ DFT എക്സ് ഓഫ് കെ ആണെങ്കിൽ ദെൻ എക്സ് ഓഫ് എൻ പ്ലസ് എൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് നമുക്ക് ഒരു പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ്. എക്സ് ഓഫ് എൻ പ്ലസ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ ആണെങ്കിൽ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ നമുക്ക് പറയാം. അതേപോലെ തന്നെ നമുക്ക് എക്സ് ഓഫ് കെ പ്ലസ് എന്നും എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സ് ഓഫ് കെക്ക് ഈക്വൽ ആയിരിക്കും ഫോർ ഓൾ വാല്യൂസ് ഓഫ് കെ. സോ ഇതാണ് പീരിയോഡിസിറ്റി കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ. എക്സ് ഓഫ് എൻ പ്ലസ് എൻ എക്സ് ഓഫ് എന്നിന് ഈക്വൽ ആയിരിക്കും. കെ പ്ലസ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് കെക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലീനിയാരിറ്റിയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് DFT. നമ്മൾ പഠിക്കുന്ന DFTയുടെ പ്രോപ്പർട്ടീസ് ആണ്. സോ DFTയുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റിയാണ്. ലീനിയാരിറ്റി നമ്മൾ രണ്ട് സിഗ്നൽസ് വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇഫ് x1 ഓഫ് n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ DFT x1 ഓഫ് k ആണ്. അതുപോലെ തന്നെ x2 ഓഫ് n-ൻ്റെ x2 ഓഫ് k ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കോമ്പോസിഷൻ, ലീനിയർ കോമ്പോസിഷൻ ദെൻ നമുക്ക് പറയാം a ഇൻറ്റു x1 ഓഫ് n പ്ലസ് b ഇൻറ്റു x2 ഓഫ് n. ഇതിൻ്റെ DFT എന്ന് പറയുന്നത് a ഇൻറ്റു x1 ഓഫ് k പ്ലസ് b ഇൻറ്റു x2 ഓഫ് k ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ പീരിയോഡിക് അതുപോലെ തന്നെ ലീനിയാരിറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണിത്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സർക്കുലാർ ഷിഫ്റ്റ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. സർക്കുലാർ ഷിഫ്റ്റ്, പീരിയോഡിസിറ്റി ലീനിയാരിറ്റി ഒക്കെ കോമൺ ആണ്. സോ ഇത് പഠിച്ചു വെക്കണം. സർക്കുലാർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി ഓഫ് DFT, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സർക്കുലാർ ഷിഫ്റ്റ് ഓഫ് എ സീക്വൻസ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, സർക്കുലാർ ഷിഫ്റ്റ് ഓഫ് ആൻ എൻ പോയിന്റ് DFT is equal to linear shift. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലർ ഷിഫ്റ്റ് ഓഫ് ആൻ എൻ പോയിന്റ് DFT is equal to linear shift of the periodic extension. സർക്കുലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ ഷിഫ്റ്റിന് ഈക്വൽ ആയിരിക്കും ഓഫ് ദ പീരിയോഡിക് എക്സ്റ്റൻഷൻ. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സർക്കുലർ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് ഓഫ് എൻ മൈനസ് കെ മോഡ്യൂൾ ഓഫ് എൻ, എക്സ് ഓഫ് എൻ മൈനസ് കെ മോഡ്യൂൾ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് എൻ മൈനസ് കെ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. സർക്കുലർ ഷിഫ്റ്റ് ഓഫ് എൻ പോയിന്റ് DFT എന്ന് പറയുന്നത് ഈക്വൽ ടു ലീനിയർ ഷിഫ്റ്റ് ഓഫ് ദ പീരിയോഡിക് എക്സ്റ്റൻഷൻ. ആ എക്സ് ഓഫ് എന്നിനെ നമ്മൾ പീരിയോഡിക് ആയിട്ട് നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. സോ എൻ്റെ പ്രൂഫ് വേണ്ട, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ലീനിയർ ഷിഫ്റ്റിന് ഈക്വൽ ആയിരിക്കും. ദെൻ ഇതാണ് നമ്മുടെ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സർക്കുലർ ടൈം ഷിഫ്റ്റ് സീക്വൻസ്. സോ ഫോർത്ത് വൺ ഈസ് സർക്കുലർ time shift. Circular time shift of sequence. Circular time shifting property, circular frequency shifting in property ഉണ്ട്. സോ നമ്മളിത് സീക്വൻസിൻ്റെ ടൈം ഷിഫ്റ്റ് ആണ് പറയുന്നത്. ഇഫ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് കെ ആണെങ്കിൽ ദെൻ പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്, എക്സ് ഓഫ് എൻ മൈനസ് എൽ, ഇവിടെ എൽ ഷിഫ്റ്റ് ആണ് നമ്മൾ ആ സീക്വൻസിന് കൊടുക്കുന്നത്. സോ എക്സ് ഓഫ് എൻ മൈനസ് എൽ മോഡ്യൂൾ ഓഫ് എൻ, അതിൻ്റെ ഡി എഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ 2π ബൈ എൻ ഇൻറ്റു കെ എൽ. ഇത് നമ്മൾ ആ ട്വിഡിൽ ഫാക്ടർ മൾട്ടിപ്ലിക്കേഷൻ ടേം ആണ്. അതിനകത്ത് എന്നിന് പകരം എല്ല് വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ആ ഒരു ടേം കൊണ്ട് നമ്മുടെ ഡി എഫ് ടിയെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്കുലർ ടൈം ഷിഫ്റ്റിംഗ് വാല്യൂ. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഫ്രീക്വൻസി ഡൊമൈനിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു ടേമും കൂടെ എക്സ്ട്രാ വരും, ഇ റേസ് ടു മൈനസ് ജെ 2π/n ഇൻറ്റു കെ എൽ. അപ്പോൾ ഇത് നമ്മുടെ ട്വിഡിൽ ഫാക്ടർ ടേം ആണ്. അതിനകത്ത് എന്നിന് പകരം നമ്മൾ എൽ കൊടുത്തേക്കാണ്. ഇവിടെ എൽ ഷിഫ്റ്റ് ആണ് വരുന്നതെങ്കിൽ ആ ഒരു ടേം കൊണ്ട് നമ്മുടെ ഡി എഫ് ടി വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ പ്രോപ്പർട്ടിയാണ് നമ്മുടെ സർക്കുലർ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച 4 പ്രോപ്പർട്ടീസ്, ഒരെണ്ണം പീരിയോഡിസിറ്റി ആണ്, രണ്ടാമത്തേത് ലീനിയാരിറ്റി ആണ്, ദെൻ സർക്കുലർ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സർക്കുലർ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് സീക്വൻസ്. ഇതുപോലെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് DIF ആൻഡ് DIT, ഡെസിമേഷൻ ഇൻ ടൈം ആൻഡ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി അൽഗോരിതംസ് പഠിക്കാനുണ്ട്, ബട്ടർഫ്ലൈ അൽഗോരിതംസ്. നമുക്ക് അതും അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.